ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 24 മണിക്കൂറൊക്കെ ടാക്സി ഡ്രൈവർ ആവുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റണം. അപ്പം നമുക്ക് കളർ ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ട് കാണാം. അപ്പം ഗായ്സ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കീഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, വണ്ടിക്കൊന്ന് പെയിൻറ്റ് കൊടുത്തരണം. ഓ മോനെ, മാറ്റിത്തരാം. ഏതോ കളർ വേണ്ടേ? ചേട്ടത് ബ്ലാക്ക് കളർ മതി. ആ മോനെ ഇപ്പം ചെയ്യാം. ഗൈസ് അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് ചെയ്യാമെന്നാണ്. നമുക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പം ആ ചേട്ടൻ നമ്മളെ വണ്ടിയുടെ കളർ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നമുക്ക് ഇതിലേ കൂടി പോവാട്ടോ ഗൈസ്. ആരെങ്കിലും പണി കിട്ടിയാൽ സുഖമായിരുന്നു. ആരെങ്കിലും വിളിക്കുമെന്ന് അറിഞ്ഞൂടാ. നോക്കാം. നമ്മളെ വണ്ടീൻ്റെ കളർ ഗൈസ്, നമ്മളെ വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി എന്നൊക്കെ. ഓ മോനെ, ഒരിക്കൽ വേമ്പ മോനെ ഗൈസ്, ആരോ നമ്മളെ വിളിച്ചിന് ഗൈസ്. അവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം ആ ചേട്ടനോട്. കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടി വെക്കാം. കുറച്ച് ഇങ്ങോട്ട് വെക്കട്ടോ. ബുഗാട്ടിയൊക്കെ ഓടിക്കുന്ന കൂട്ടറില്ലേ ഗൈസ്, നമ്മളെ വണ്ടിക്ക് വേണ്ടി മുട്ടിത്തരും ഗൈസ്. അതാണ്. ചേട്ടനാണോ എന്നെ വിളിച്ചേ? ആ മോനെ, പിന്നെ എനിക്കൊന്ന് എയർപോർട്ട് വരെ ആക്കിത്താ. ഓക്കെ ചേട്ടാ. ഗൈസ്, നമുക്ക് ആദ്യത്തെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. എയർപോർട്ടിലേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഗൈസ്, അയ്യേട്ടെ എനിക്ക് പൈസയൊക്കെ തന്നു പോയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് 1000 ഉറുപ്പ്യാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നെ നോക്കാം, ആരെങ്കിലും വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്. വണ്ടി ഒന്ന് ഗൈസ് ഇങ്ങനെയൊക്കെ പോന്നു. നമുക്ക് അവിടെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഗൈസ്. 3 വണ്ടി ഇങ്ങോട്ട് ഒരേപോലത്തെ. അതിപ്പം ചില സമയം ഇടിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പറഞ്ഞില്ലേ ഗൈസ്, ചില വട്ടം കുടിച്ചിട്ടൊക്കെ വണ്ടി എടുക്കുന്നു. പക്ഷെ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലില്ലേ. അവിടെ ചേച്ചീനെ കണ്ടിയായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചിയാണോ വിളിച്ചത്? ചേച്ചിയാണോ എന്നെ വിളിച്ചത്? ആ മോനെ, പിന്നെ എനക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നോക്കിത്താ. ആ ശരി ചേച്ചി. അപ്പം ഗൈസ്, ആ ചേച്ചി നമ്മളെ വണ്ടിയിലേക്ക് വരുന്നുണ്ട്. ആ ചേച്ചി വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് പോകുന്ന സ്ഥലത്ത് ആക്കി കൊടുക്കാം. ട്രെയിനിപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് നമ്മൾ ചലഞ്ച് ഒരാൾ എന്നോട് പറഞ്ഞു ടാക്സി ഡ്രൈവറായിട്ട് ഒരു ദിവസം നിൽക്കുക. അതുകൊണ്ടാണ്. ഓ ഗൈസ്, കുറച്ചും കൂടെ പോയി ഗൈസ്. നമ്മളെ വണ്ടി ഒന്നും ഇങ്ങോട്ടായി പോയി. നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറക്കി കൊടുത്ത് പൈസയൊക്കെ തന്നു. എന്നിട്ട് പോയിട്ടുണ്ട്. നമുക്ക് വേറെ പണി കിട്ടുമോ? മോനെ, എനക്ക് മഹാരാജാവിൻ്റെ വീട് വരെ പോകണം. ഒരിക്കൽ ആക്കത്താ. ആ ചേച്ചി പറഞ്ഞത് മഹാരാജാവിൻ്റെ വീട് വരെ ആക്കി കൊടുക്കാനാണ്. അപ്പോൾ ആക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ മഹാരാജാവിൻ്റെ വീടല്ല, ഒരു കൊട്ടാരം തന്നെയാണ് ഗൈസ്. അപ്പം നമ്മൾ ആ സ്ഥലം എത്താനായിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടീൻ്റെ ഡിക്കി മേലോട്ടും താഴോട്ടും പൊങ്ങുന്ന നമ്മളെ വീട് ഇതാണ് കേട്ടോ ഗൈസ്. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗൈസ്. സോറി ഗൈസ്. അപ്പം മഹാരാജാവിൻ്റെ വീടൊക്കെ എത്തിന്.
ആ നമ്മളെ പൈസ എത്രയായി ചേച്ചി? പൈസ 200 ഉറുപ്പ്യ തന്നെ. ആ ശരി 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 ശരി. ഗൈസ് അപ്പം നമുക്ക് ഈ ഡിക്കിൻ്റെയും വാതിലിൻ്റെയും പ്രശ്നം കണ്ട അതൊന്നും ആക്കണം. ഉണ്ടോ ഗൈസ്? ഡിക്കിൻ്റെയും വാതിലിൻ്റെയുള്ള പ്രശ്നം കണ്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ അടുത്താണ് നമ്മൾ എത്താനായിട്ടുണ്ടാവും. നമുക്ക് ആടെ കൊടുത്ത് നോക്കാം. വേഗം ആക്കി തരും ഡിക്കി. അതൊന്നിത് ആക്കിയേ വേണ്ടു. അമ്മച്ചി നമ്മളെ വണ്ടി പറന്നു പോകുന്നു ഗൈസ്. വാതിൽ പൊളിഞ്ഞു പോയാലൊന്നും ആക്കാനല്ല. അത് പുതിയ കുറേ ദിവസം എടുക്കും. 10-16 ദിവസം എടുക്കും. ഇത് ചോദിച്ചോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചോക്കാം. ഒന്നിക്കലും ഇവിടെ ചേട്ടൻ ഉണ്ടാവും അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാവും. നമുക്ക് നോക്കാറുള്ളതെന്ന്. ഹലോ, ആരുമില്ലേ? ഓ മോളെ, എന്താ പ്രശ്നം എന്നാ? ഏട്ടാ എൻ്റെ വണ്ടിയുടെ ഡിക്കിക്കൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്ന് ആക്കി തരുവാ? ആ മോനെ, ഒരു 250 ഉറുപ്പ്യാവും. ഓ ആട്ടാ, അതൊക്കെ സെറ്റ് ആക്കിത്തരാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആക്കിയിട്ട് കാണാം. ഗൈസ്, നമ്മളെ വണ്ടിയുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പോവാം. എവിടെയെങ്കിലും പോവാം. ആരെങ്കിലും വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ വിളിക്കും. ഒരു ജീവിക്കാനും വിടറ് കേട്ടാ ഗൈസ്. അപ്പം തന്നെ നമുക്ക് നോക്കാം ഗൈസ്. ഏതെങ്കിലും വീട്ടിൽ നിന്ന് പണിയുണ്ടാവും, നമുക്ക് നോക്കാം ഗൈസ്. ആരോ എന്നെ ഫോണ് വിളിക്കുന്നു. ആരോ എന്നെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ആ ഹലോ, ആരാണ്? വീട് എവിടെയാ? എവിടത്തേക്ക് പോവാനാ? ഒരു കൺസ്ട്രക്ഷൻ പണി എടുക്കുന്ന. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വരാം. ഗൈസ്, പുള്ളിക്കാരൻ വീടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ വണ്ടീൻ്റെ ഉള്ളിലുണ്ട്. പുള്ളിക്കാരത് എടുക്കാനൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എച്ചാൻറ്റുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. നമുക്കത് കൺസ്ട്രക്ഷൻ പണിയൊക്കെ എടുക്കുന്ന ആ സ്ഥലത്താണ് പറഞ്ഞത്. ഏതോ ഒരു പണിക്കാരനായിരിക്കും കൺസ്ട്രക്ഷൻ വർക്ക്. അതൊക്കെ ഞാൻ പോയിക്കോട്ടെ, ഒരിക്കലും കൂടി. അപ്പം ഗായ്സ്, നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് കൊച്ചങ്ങോട്ട് എത്തിയിട്ട് കാണാം. അപ്പം ഗായ്സ്, നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. നമുക്കവിടെ ഇറക്കി കൊടുക്കാം. നമുക്ക് പൈസയും വാങ്ങിച്ചിട്ട് പോവാം. ഏകദേശം ഇവിടുന്ന് വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകണം, ഇങ്ങോട്ട്. അതാണെന്ന് തോന്നുന്നു കേട്ടോ. വഴിയൊക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അത്രയോ പ്രശ്നമൊന്നും വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് പോവാം. ഇവിടെ ഇറക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം ഗായ്സ്, നമ്മൾ കീഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. നമുക്ക് നൈറ്റ് ഡ്രൈവിങ് ആയിരിക്കും അധികം. നൈറ്റോ പിന്നെ ഒരു രാവിലെ ഒക്കെ ആയിരിക്കും. നമ്മളെല്ലാം നമുക്ക് വീഡിയോസ് ഇടാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം ഗായ്സ്. നല്ല രസമുണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോവാൻ ഗായ്സ്. എൻ്റെ ഓവർടേക്കിങ് എങ്ങനെയുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഗായ്സ്. സെറ്റപ്പാണ് ഗായ്സ്. നമ്മളെ വാതിലിന് പിന്നെയും പറ്റിയിട്ടുണ്ട്. ഇത് എപ്പോൾ കാണിക്കുന്നാൽ എനിക്ക് ലോട്ടറി അടിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് കൂടി പോവാം. അപ്പം ഗൈസ്, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം.
ഗൈസ് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടായിപ്പോയി ഗൈസ്. നമുക്ക് ബാക്കിൽ അല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാം ഗൈസ്. നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. എയർപോർട്ടിൽ കുറച്ച് അങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആട് ഇറക്കി കൊടുക്കാം ഗൈസ്. പിന്നെ പെട്രോളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആയില്ല നമ്മൾ ഓടിക്കുന്നത്, കുറേ സമയമായാലും ഓടിക്കുന്നത്. ഇപ്പോൾ സന്ധ്യ ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോൾ അടിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി വളച്ചിട്ട് എവിടെയോ പറഞ്ഞിരുന്നൊക്കെ ഉണ്ട്. ഒരു പെണ്ണാണ് ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെയാണെന്നാണ് ഗൈസ് പറയുന്നത്. നമ്മൾ നേരത്തെ ഇറക്കി കൊടുത്തിട്ടില്ലേ ഗൈസ്? കുറച്ചങ്ങോട്ടാണ് ഗൈസ്, കുറച്ചങ്ങോട്ടാണ് പോലും. നമുക്കത് ഇവിടെ ഇറക്കി കൊടുക്കാം അല്ലേ? ഇവിടെയാണ് ഇറക്കി തരേണ്ടത് ഗൈസ്. ഗൈസ്. ഗൈസ് ഇവിടെ ഇറക്കി തന്നാൽ എന്നൊക്കെയാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ബാക്കിലേക്ക് കൂടിയാണ് വന്നത്. അതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പാർക്കൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കൊരു ചായ കുടിച്ചാലോ ഗായ്സ്? നിങ്ങൾ ചായ കുടിച്ചോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു ചായ കുടിക്കട്ടെ കേട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ ചായയൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ ഗായ്സ്, നമുക്കാരുമില്ല, പണിയൊന്നുമില്ല. ഹലോ, ആരാ? ആടാ ഇനിയാ പറ എന്നാ എയർപോർട്ട് വരിക. ഞാൻ വേഗം വരാം ഗൈസ്. നമ്മളൊരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അവന് ഒന്ന് എയർപോർട്ട് വരെ പോകണോ. അവന് ഖത്തറിലാണ് പണി, ഖത്തറിലേക്ക് പോകണോ ഗൈസ്. നമുക്ക് അവൻ്റെ വീടെത്തിയിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി കയറ്റ സൗകര്യമില്ല കേട്ടോ. നമുക്ക് ഓനെയും കൂട്ടി ഓൻ വരുമോ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയല്ലേ, നമുക്ക് ഇവിടെ വെക്കാം. ഞാനും ഓനിലില്ലേ ഒപ്പരം കളിച്ച് വളർന്നേ. ഓനെ വിളിക്കാം. അടനി പെട്ടെന്ന് വാ. ഞാൻ വരാം. കേട്ടെ ഹലോ ഗായ്സ്, അപ്പോൾ ഓനെ ഇപ്പം കീഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഓൻ്റെ പെട്ടിയെല്ലാം നമ്മൾ എടുത്ത് വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാം ഗായ്സ്. എയർപോർട്ടിലൊക്കെ അല്ലേ, ഇവിടെ അടുത്താണ്, എന്നാലും ഓന് വേറെ വണ്ടിയൊന്നുമില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം മുന്നിൽ വന്ന പണിയും ഇവിടത്തേക്ക് ഞാൻ ഗായ്സ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം ഗായ്സ്. അവന് ഭയങ്കര സങ്കടമുണ്ട് നമ്മളും വിട്ടു പോകണേന്ന്. എന്നാലും ഓനോൻ്റെ പണിക്ക് പോകണ്ടേ ഗായ്സ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഓനും ആണെന്നെങ്കിലും പണിയൊക്കെ ചെയ്യണ്ടേ ഗായ്സ്. എല്ലാവർക്കും പണിയൊക്കെ ചെയ്യണ്ടേ. ഹലോ ഗായ്സ്, നമ്മൾ എത്തുമ്പോഴത്തേക്കും രാത്രി കഴിഞ്ഞു കേട്ടോ. രാത്രി വണ്ടിയൊക്കെ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അത് പോവുമായിരിക്കും ഗായ്സ്, അതിപ്പം പോവുമായിരിക്കും. നമുക്കിങ്ങനെ വണ്ടി ഒന്ന് സ്കിഡെല്ലാം ചെയ്യാം. അപ്പം ഗായ്സ് നമുക്ക് കുറച്ച് ബാക്കോട്ടാക്കാം ഗായ്സ്. വണ്ടി ഒരേ ചാട്ടം ഗായ്സ്, വണ്ടി ചാടിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. ഗായ്സ്, അപ്പം നമുക്കിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കാം ഗായ്സ്. നമുക്കിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്.
രാത്രി കുറേ പണിയുണ്ടായിരുന്നു. നമുക്കിങ്ങനെ പോവാം ഗൈസ്. ഹലോ ഗൈസ്, നമുക്കിപ്പോൾ പണിക്ക് വന്ന നമ്മൾ ടാക്സിക്കാർ വിളിക്കാൻ വന്ന അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലാണ്, പിന്നെ കുറച്ച് സമയം കാത്തു നിൽക്കണോ. പിന്നെ ഒരു എന്തായാലും വൈകുന്നേരം സന്ധ്യ ആവും. എന്തായാലും കുറേ സ്ഥലത്ത് പോകണം പോലും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടിക്കാണ്ട് നയനും ഗൈസ്, നമ്മൾ ഇടിക്കാണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നല്ല കേട്ടിട്ടാ, രണ്ടാൾക്കാർ ഇവിടെ കാവലൊക്കെ ഉണ്ട്. അവരിൽ ഗൈസ് അവരെ മോനെ അങ്ങാറ്റം ബൈക്കങ്ങാറ്റം ഓടിച്ചിട്ട് ജയിലിൽ കയറ്റിയിട്ടില്ല പോലും. അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പോലും. അപ്പം അത് കുറേ സമയം കാത്തു നിൽക്കണം പോലും ഗൈസ്. അപ്പം നമുക്കിങ്ങനെ കാത്തു നിൽക്കാം. കുറേ സമയം കാത്തു നിൽക്കാം ഗൈസ്. ഹലോ ഗായ്സ്, അപ്പം നമുക്ക് എല്ലാം കഴിച്ചിട്ടുണ്ട്. മോനെ വെറുതെ വിട്ടിട്ടുണ്ട്. പിന്നെ ബൈക്കിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ട് അവരുടെ മോനോട് വരാനൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്കില്ലേ ഓർക്ക് വേറെ കുറേ സ്ഥലത്ത് പോകണം പോലും. പച്ചക്കറി പീടികയിലൊക്കെ പോകണം പോലും. പിന്നെ കുറേ സ്ഥലത്ത് പോയിട്ട് അവസാനം കുടുംബ വീട്ടിലും കൂടി പോകണം പോലും. അങ്ങനെയൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഇപ്പം വെക്കേഷനൊക്കെ. അപ്പം ഗൈസ് പച്ചക്കറി പീടികയിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീട്ടിലെ പോരാളിയില്ലേ ഗൈസ്, നമ്മളെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വരുമ്പോൾ ലേശം പച്ചക്കറി വാങ്ങിക്കാൻ. അപ്പം അമ്മക്കും പോവാം ഗൈസ്. ഞാനിപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ നേരത്തെ കയറിയിട്ടുണ്ട്. അവരുടെ കുടുംബ വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. അതിന് മുന്നിൽ അവരെ അച്ഛനാ പണിസ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടും വരും ചെയ്യണം പോലും ഗൈസ്. ഇപ്പം തന്നെ 5:30 വൈകുന്നേരം 6 മണിയിലാകാനായി ഗൈസ്. അപ്പം നമുക്ക് അവരുടെ ആ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അതായിരിക്കും നല്ലത് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, അങ്ങനെ അവരുടെ ഫാദർ പണിയെടുക്കുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ അവരുണ്ടോയെന്ന് അറിഞ്ഞൂടല്ലോ, നമുക്ക് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണൊക്കെ ഉണ്ടാവും. ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. നമുക്ക് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിങ്ങനെ പോയി നോക്കാം ഗൈസ്. അപ്പോൾ അവരെല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ കുടുംബ വീടെത്തിയിട്ട് കാണാം ഗൈസ്. നിങ്ങൾ വെക്കേഷനൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്തോ ഗൈസ്. അപ്പം നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. അവർ പറഞ്ഞിരുന്ന ശരിയാണെങ്കിൽ ഇതായിരിക്കും കേട്ടോ ഗൈസ്. നമുക്കൊന്ന് വളച്ചിട്ട് വെച്ചുകൊടുക്കാം. നല്ല വീട് ഗൈസ്. ഇപ്പം തന്നെ 6:45 ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഗൈസ് ഒന്ന് പെട്രോൾ പമ്പിലും കൂടി പോകണം. നമ്മൾ കുറേ ആയില്ല നമ്മൾ ഓടിക്കുന്നത്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സിഗരറ്റും വലിച്ചിട്ട് നമുക്ക് വേഗം വരാം. ചേട്ടൊരു 100 രൂപക്ക് പെട്രോൾ. മോനെ ശരി അടിച്ചേരാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോവാം. ഓ ഗൈസ്, ഇതെല്ലാം നല്ല ഇതാണ്, നല്ല തിരക്കുണ്ട്. രാത്രിയിലാകുമ്പോൾ പക്ഷേ ആൾ കുറവാട്ടോ ഗൈസ്. ഈ രാവിലെല്ലാം നല്ല ആളുണ്ടായിരുന്നു. നല്ല വണ്ടിയോ ആളും തിരക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്.
ഹലോ ഗേൾസ്, അപ്പോൾ നമുക്ക് ഒന്ന് പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം. നമുക്ക് AI ക്യാമറ ഫൈന് കണ്ടിട്ടുണ്ട് ഗേൾസ്. നമ്മളെ ഈ കുറേ വഴിയിലേക്ക് പോകുന്ന സാറിന് ഞാൻ വണ്ടിയിൽ നല്ല സ്പീഡിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതവർ ക്യാമറയിലേക്ക് കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫൈനും കൊടുത്ത് നേരെ വിടാം. നമുക്ക് കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു ഗസ്. അതുകൊണ്ട് പൈസ ഉണ്ട്. സാറേ ഫൈൻ എത്രയാ? ഒരു 12,000 ഇങ്ങതാ സാറേ. 12,000 സ്പീഡ് പോയാൽ തന്നെ 10,000 അല്ലേ? സാറല്ലേ ഇനി പറഞ്ഞ പൈസ നന്നായി. ഓക്കെ സാറേ, ഞാൻ പോട്ടെ. പൈസ അപ്പോൾ നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ 20 മിനിറ്റ് 59 സെക്കൻഡ് അങ്ങനെയാണ്. ഹലോ ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കും.